ഹലോ. ഞാൻ രാവിലെ ദോശ കഴിക്കുവാണ്. അപ്പൊ എനിക്കൊരു ടൈമില് ഭയങ്കര ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോ എന്റെ ഭക്ഷണം തന്നെ ഉണ്ടാക്കണമല്ലോ. നേരത്തെ എല്ലാം മമ്മിയായിരുന്നു ഉണ്ടാക്കി തന്നോണ്ടിരുന്നത്. അപ്പൊ നമുക്ക് മുന്നേ തന്നെ ഭക്ഷണം കിട്ടുന്നു, എല്ലാം ഭയങ്കര കെയറും കാര്യങ്ങളും. അപ്പൊ നമ്മൾ പിന്നെ വേറൊരു സിറ്റുവേഷനിലോട്ട് കല്യാണം കഴിഞ്ഞ് മാറുമ്പം നമ്മൾ ആ ലൈഫിൽ തന്നെ വീണ്ടും വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കെയറും കാര്യങ്ങളും ഒക്കെ ഓർത്തോണ്ടിരിക്കുക. കുറെ നാളുകളൊക്കെ ഞാനിങ്ങനെ എന്റെ ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പം എനിക്ക് എപ്പോഴും ഒരു വിഷമായിരുന്നു. അയ്യോ, അവിടെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു, ഇവിടെ അങ്ങനെയല്ലല്ലോ. പക്ഷെ പിന്നീട് ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാ, ലൈഫ് എപ്പോഴും ഒരുപോലെയല്ല. ആരുടെ ലൈഫ് നമ്മൾ എങ്ങനെയാണോ നേരത്തെ ജീവിച്ചിരുന്നത് അതുപോലെ എപ്പോഴും ആവണമെന്നില്ല. ഉള്ളതിന് വേണ്ടിട്ട് നമ്മൾ നന്ദി പറഞ്ഞാലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. ഗ്രേറ്റ്ഫുൾ ആയിരുന്നാലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ ഞാന് ഇങ്ങനെ ലൈഫ് ജീവിച്ചു വന്നു, കുറെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞപ്പോ മനസ്സിലായി, എന്റെ പ്ലേറ്റിൽ അറ്റ്ലീസ്റ്റ് ഭക്ഷണം ഉണ്ടല്ലോ, എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് എന്റെ വായിലോട്ട് കൊണ്ടുപോയി എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരു കുറവും ദൈവം തന്നിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള എപ്പം വേണേലും കഴിക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കി കഴിച്ചു, ആരും ഉണ്ടാക്കി തരുന്നില്ല, ആ ഒരു കംഫർട്ട് സോണിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. നമുക്ക് ദൈവം ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് അത് ഓർക്കാതെ ചുമ്മാ നമ്മൾ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് നമ്മുടെ കുട്ടികളോടും അത് തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നിനക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ട്. അപ്പൊ നീ അതിന് വേണ്ടിട്ട് താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. ഇല്ലാത്തതിനെ ഓർത്ത് കരയല്ലേ. അത്രേ ഉള്ളൂ. ബൈ.